കയറ് വലിച്ചു കയറ്റി ആ കയറ് നമ്മളതാണ്. ബാക്കിയുള്ള ഇപ്പം കയറി കൊണ്ടിരിക്കണം. ഇന്നിപ്പോ ഒരു 10-15 ടൈപ്പ് പാർട്സുകൾ വന്ന് ഒന്നും നമ്മളതല്ല. ഇതൊക്കെ ഏതൊക്കെ വാഹനത്തിൻ്റെതാണെന്നതിന്റെ ഒന്നും ഒരു ഐഡിയ ഇല്ല. എത്ര വാഹനം അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് പോലും ഐഡിയ ഇല്ല. പക്ഷെ ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ടോ ഇവർ കൊണ്ടുപോകുന്നുണ്ട്. ഇവരതിനെ അലക്ഷ്യമായിട്ടാണ് ഇടുന്നത്. എനിക്ക് ഇവിടുത്തെ ആളുകളോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും. കാരണം എന്തൊക്കെ ഒരുപാട് സാധനം വരുന്നുണ്ട്. അതന്നെ ചില ഇപ്പൊ നമ്മള് ടാങ്കർ ലോറി ഉണ്ട് പറഞ്ഞു. പക്ഷെ ഈ വരുന്ന സാധനങ്ങൾ പലതും ടാങ്കർ ലോറിന്റെ എല്ലാത്തതും വരുന്നുണ്ട്. ഇന്നിപ്പോ കിട്ടിയ ഒരു ഡോറിന്റെ ഒരു സൈഡ് അങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ കയറ് മാറ്റി നിർത്തിയാൽ മറ്റു സൂചനകളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ കയറുള്ള ഭാഗത്ത് തന്നെ ഇപ്പൊ കയറ് ശരിക്ക് കയറ്റിയതല്ല. ആ മരം കയറ്റിയതിന്റെ കൂട്ടത്തില് കയറ് കൂടി കയറി വന്നതാണ്. നേരത്തെ ആ മരത്തുനിന്നായിരിക്കല്ലേ മുന്നേ പറഞ്ഞതാണല്ലോ. ഏത് ഈ മൊത്തം മല ഇടിഞ്ഞു വന്നപ്പോൾ മലന്റെ മുകളിലുള്ള മരങ്ങളടക്കാണ് വന്നിട്ട് ഇരുന്നത്. അപ്പൊ ഈ മരങ്ങള് ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഈ ദേവിയുടെ സോണാർ പരിശോധനയിലൊക്കെ ഈ സിഗ്നലുകളായിരിക്കും ലഭിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടെത്തുന്ന ഈ പാർട്സുകളായിരിക്കും. അതിനപ്പുറത്തേക്ക് ഇത്രയും പാർട്സുകൾ ഉണ്ട്. ഇനിയും കുറെ സാധനങ്ങളുണ്ട് കയറ്റാൻ. പലതും അത്രയും വെയിറ്റുള്ള സാധനങ്ങളൊക്കെയാണ്. ഇപ്പൊ കണ്ട ഒരു പാർട്സ് ഉണ്ടല്ലോ, നീളത്തിലുള്ള ഒരു 10 ഫുട്ട് 15 ഫുട്ടോളം നീളമുള്ള, അത് കയറ്റാൻ തന്നെ വലിയ പ്രയാസമാണ്. ഇതിനെന്തായാലും മറ്റേ ഡ്രഡ്ജർ നിർബന്ധമാണ്. ഡ്രഡ്ജർ വൈകുന്നാണ് ഇപ്പൊ പൊതുവെ പറയുന്നത്.